ഫുട്ബോൾ ലോകത്തെ വീണ്ടും ത്രസിപ്പിച്ച് ഫ്രഞ്ച് പടയുടെ ജൈത്രയാത്ര. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസ് തുടർച്ചയായ 3ാം സെമിഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. ആദ്യ പകുതിയിൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തി ആരാധകരെ ആശങ്കയിലാഴ്ത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ കിലിയൻ എംബാപ്പയും ഉസ്മാൻ ഡെംബെലയും നടത്തിയ മാസ്മരിക പ്രകടനമാണ് ഫ്രാൻസിന് ഈ തകർപ്പൻ വിജയം സമ്മാനിച്ചത്. മത്സരത്തിലൂടെ ഗോൾഡൻ ബൂട്ട് റേസിൽ മെസ്സിയെ മറികടക്കാനും എംബാപ്പയ്ക്കായി. ഈ ലോകകപ്പിൽ ഇതുവരെ 8 ഗോളുകളും 3 അസിസ്റ്റുമാണ് എംബാപ്പയുടെ പേരുള്ളത്. രണ്ടാമത്തുള്ള മെസ്സിക്ക് 8 ഗോളുകളും 1 അസിസ്റ്റുമാണുള്ളത്. 4-2-3-1 ഫോർമേഷനിലാണ് ഫ്രാൻസും മൊറോക്കയും ബൂട്ടണിഞ്ഞത്. 2 ടീമും തുടക്കം മുതൽ മികച്ച ആക്രമണവും പ്രതിരോധവും കാഴ്ചവെച്ചു. 4-ാം മിനിറ്റിൽ തന്നെ ഫ്രാൻസിന് മുന്നേറ്റം കാണാനായി. കൃത്യമായി എത്തിയ പാസിൽ നിന്ന് പോസ്റ്റിന്റെ ഇടതുമൂലയിലേക്ക് എംബാപ്പെ തുറത്ത ഷോട്ട് മൊറോക്കോ ഗോളി യാസിൻ ബൗനോ മനോഹരമായി സേവ് ചെയ്തു. 5-ാം മിനിറ്റിൽ ഫ്രാൻസ് മറ്റൊരു അവസരം കൂടി സൃഷ്ടിച്ചു. ഉപമിക്കാനയ്ക്ക് ബോക്സിലേക്ക് ലഭിച്ച ക്രോസിൽ ഹെഡർ ഗോളിൽ ശ്രമിച്ചെങ്കിലും വീണ്ടും മൊറോക്കൻ ഗോളി വില്ലനായി മാറി. 9-ാം മിനിറ്റിൽ മൊറോക്കയുടെ അഷ്റഫ് ഹക്കീമിയെ ലക്ഷ്യമിട്ടുള്ള ലോങ് പാസ്. എന്നാൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിലെത്തിയ പന്തിനെ ഓടിപ്പിടിക്കാൻ ഹക്കീമിക്ക് സാധിക്കാതെ പോയി. 10-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്തു നിന്ന് ഫ്രാൻസിന്റെ ഡിയർ ഡൗസിന്റെ പാസ്. എന്നാൽ താരത്തിന്റെ ഷോട്ട് പ്രതിരോധത്തിൽ തട്ടി തകർന്നു. 12-ാം മിനിറ്റിൽ ബ്രഹീം ഡിയാസിന്റെ ഒറ്റയാൾ മുന്നേറ്റം ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയി. 25-ാം മിനിറ്റിൽ ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. മൊറോക്കോയുടെ മസ്റാവി എംബാപ്പയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി പക്ഷേ ലക്ഷ്യം കണ്ടില്ല. എംബാപ്പെ എടുത്ത ഷോട്ട് വളരെ ദുർബലമായപ്പോൾ അനായാസം മൊറോക്കോ ഗോളി സേവ് ചെയ്തു. 16 പെനാൽറ്റി ഫ്രാൻസിനെ എടുത്ത എംബാപ്പെ നഷ്ടപ്പെടുത്തുന്ന രണ്ടാമത്തെ മാത്രം പെനാൽറ്റിയാണിത്. 33-ാം മിനിറ്റിൽ ഡെംബെലയുടെ മുന്നേറ്റവും ഫലം കാണുന്നില്ല. ഫ്രാൻസ് നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടതോടെ മൊറോക്കോ പ്രതിരോധത്തിലേക്ക് ഒതുങ്ങി. ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിലും ഗോൾ പിറക്കാതിരുന്നതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായാണ് പിരിഞ്ഞത്. ആദ്യ പകുതിയിൽ 51% മൊറോക്കോ പന്തടക്കി വെച്ചെങ്കിലും 1-നെതിരെ 13 ഗോൾ ശ്രമങ്ങളാണ് ഫ്രാൻസ് നടത്തിയത്. 60-ാം മിനിറ്റിൽ എംബാപ്പയുടെ ഫ്രാൻസ് തന്നെ ലീഡെടുത്തു. ബോക്സിന് തൊട്ടുപുറത്തു നിന്ന് എംബാപ്പെ തൊടുത്ത മനോഹരമായ ഷോട്ട് പോസ്റ്റിന്റെ വലതുഭാഗത്തേക്ക് പറന്നിറങ്ങി. ഈ ലോകകപ്പിലെ എംബാപ്പയുടെ 8ാമത്തെ ഗോളാണിത്. 66-ാം മിനിറ്റിൽ ഉസ്മാൻ ഡെംബെലയുടെ ഗോളിൽ ഫ്രാൻസ് ലീഡ് ഉയർത്തുകയും ചെയ്തു. എംബാപ്പെ നൽകിയ പാസിൽ നിന്നാണ് ഡെംബെലയുടെ ഈ ഗോൾ പിറന്നത്. ഡെംബെലയുടെ ഈ ലോകകപ്പിലെ 5ാം ഗോളാണിത്. പിന്നീട് ഫ്രാൻസിന്റെ മികച്ച മുന്നേറ്റങ്ങൾ തുടർന്നു. മൊറോക്കോ പരുക്കൻ കളി പുറത്തെടുത്തോടെ എംബാപ്പെ പലവട്ടം ഫൗളേറ്റ് വീണു. ഇതോടെ 77-ാം മിനിറ്റിൽ എംബാപ്പയെ ഫ്രാൻസ് പിൻവലിച്ചു. അവസാന സമയത്ത് ഗോളുകൾ പിറക്കാതെ വന്നതോടെ മറുപടിയില്ലാത്ത 2 ഗോളിന്റെ കരുത്തിൽ ഫ്രാൻസ് സെമി ടിക്കറ്റ് നേടി. കഴിഞ്ഞ ലോകകപ്പ് സെമിഫൈനൽ ഏറ്റുമുട്ടിയപ്പോഴും 2-0 മൊറോക്കയെ ഫ്രാൻസ് തോൽപ്പിച്ചത്. ലോകകപ്പിൽ ഫ്രാൻസിന്റെ തുടർച്ചയായ 3ാം സെമിഫൈനലാണിത്. മൊറോക്കോയുടെ കടുത്ത പ്രതിരോധ കോട്ടയെ തകർത്ത് ഫ്രാൻസ് തങ്ങളുടെ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയുടെ ഈ സ്വപ്നഫോവും ദശാംശന്റെ തന്ത്രങ്ങളും ഇതേവഴി തുടർന്നാൽ ഫ്രാൻസിന് മറ്റൊരു ലോക കിരീടം അത്ര ദൂരെയല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഇനി ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിനാണ്. സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികളാകും സെമിയിൽ ഫ്രാൻസിന്റെ എതിരാളികൾ. യൂറോപ്യൻ കരുത്തന്മാർ നേർക്കുനേർ വരുമ്പോൾ കളി കൂടുതൽ പ്രവചനാതീതമാകും.